ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ വണ്ടിൻ്റെ സർവീസൊക്കെ കഴിഞ്ഞിട്ട് പുതിയൊരു വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയമേ 8:30 സമയമായിട്ടുണ്ട്. നമ്മളെ വണ്ടിയിൽ നിന്ന് സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് വണ്ടിക്ക് കയറ്റണം. നമ്മളെ ഒരു ചെറുപ്പുണ്ട്, ഒരു ഫാനുണ്ട്, ഒരു പെർഫ്യൂം ഉണ്ട്, നമ്മളെ ഹെഡ്സെറ്റ്, ഇത് നമ്മളെ മുറിശിൻ്റെ ഹെഡ്സെറ്റ് മറന്നു വെച്ചാട്ടോ. ഇതിൽ 2 ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. ഇതിലാകെ ഒന്നേ മറന്നു വെച്ചിട്ടുള്ളത് കണ്ടോ. ഒന്നും അവൻ്റെ ചെവിയിൽ വെച്ച് പോയി. പിന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക്, QR കോഡ്, ഇതെങ്ങനെ ഉണ്ടാക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നെന്താ, ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇതോടെ കിടക്കട്ടെ. എപ്പോഴും ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നാണ്ട് ഇവിടെ വെക്കും. പിന്നെ ഒരു നോട്ട്ബുക്ക് ഉണ്ട്, നമ്മളെ കാർ ചാർജർ ഉണ്ട്. ഇത് പിന്നെ ഇനി വേണ്ട, ഇത് കഴിഞ്ഞിരിക്കണം. ഇത് പിന്നെന്താ, നമ്മളെ കങ്ങരപ്പടിയത്തെ മറ്റേ വർക്ക്ഷോപ്പാണ് പണ്ടാരം. കണ്ണട പൊട്ടി, പിന്നെ ഒരു OTG കണക്ടർ ഉണ്ട്, പിന്നെ തീപ്പെട്ടി ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ വണ്ടിയിൽ വന്നതാവും നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലേക്ക് വന്നിട്ട് കേട്ടോ. ഇന്ന് കുറേ സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചും പഴമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ബോണറ്റും തുറന്ന് നോക്കിക്കണേ. നമ്മളെ കൂളൻറ്റും എഞ്ചിൻ ഓയിലൊക്കെ എന്താ അവസ്ഥ നോക്കട്ടെ. കൂളൻറ്റ് അവർ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ. പിന്നെ ഇതിലേതൊരു ഷെല്ല് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു സാധനത്തിലും ഇതിലാണ് ഷെല്ല് ഉണ്ടാവുക. പുതിയ ബാറ്ററിക്കൊക്കെ ഇങ്ങനെ ഒരു കവറിങ് വരുന്നുണ്ട്. അതിലെന്ത് സംഭവം നമുക്ക് സ്റ്റാർട്ടിങ് പ്രശ്നമൊന്നും കാണിക്കണില്ല. പിന്നെ വൈപ്പറിൽ അവർ മറ്റേ വെള്ളം പാർന്നിട്ടുണ്ട്, നമുക്ക് ആ തന്ന സാധനം. പിന്നെ എഞ്ചിൻ ഓയിൽ ഇപ്പോൾ എടുത്ത് വെക്കണമെന്നുണ്ടെങ്കിലേ ആ മറ്റേ സാധനം വേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സാധനങ്ങളൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കട്ടെ. നമ്മൾ സ്റ്റാർട്ടിങ് കഴിയുമ്പോഴത്തേന് നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിഭാഗമൊക്കെ അടിപൊളിയായിട്ട് ഇപ്പോഴും വെള്ളമുള്ള പോലെയാണ് അതിൽ തോന്നണത്. അതാ മറ്റേ സാധനം വെച്ചിട്ട് ഇവിടെ സീറ്റിൽ വയ്ക്കണോണ്ടോ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും തുടച്ചിട്ടില്ല. ഇവിടെയൊക്കെ ചെറുതായിട്ട് ചളിയുണ്ട്. ബാക്കിയിലെടുത്ത് തുടച്ചോടത്തൂടെയൊക്കെ മരുന്ന് കുറച്ച് ഓവറായിട്ട് തേച്ച് വെച്ചിരിക്കണം ഇവിടെയൊക്കെ. ഏതായാലും 2 ദിവസം ഇങ്ങനെ ഓടുമ്പോഴേ ആ പൊടിയും ചളിയൊക്കെ ആയി കഴിഞ്ഞാൽ പഴയ പോലെ ആയിക്കോളും. റിമ്മും ടയറാണ് നല്ല കറുത്ത് വന്നിട്ടോ, നല്ല സെറ്റായി. അങ്ങനെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടോ. ഇപ്പോൾ സമയം 8:34 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ഊബർ ഓടിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം ഗ്യാപ്പ് എടുക്കുമ്പോഴേ ഇങ്ങനെ അപ്ഡേഷൻ ഉണ്ടോ എന്ന് നോക്കണത് നല്ലതായിരിക്കും. ഇപ്പോൾ ഊബറിന് അപ്ഡേഷൻ അല്ല, നമ്മളെ റാപ്പിഡോന് ഒരു അപ്ഡേഷൻ കിടക്കുന്നുണ്ട്. അപ്ഡേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിലും വരലുണ്ട്. കേരള സവാരി എന്താ അവസ്ഥ ആവട്ടെ. കേരള സവാരിക്കും ഊബറിനും അപ്ഡേഷൻ ഇല്ല. അപ്പോൾ ഈ രണ്ടും ഓപ്പൺ ആക്കാം. മറ്റേ റാപ്പിഡോ അപ്ഡേഷൻ ആവട്ടെ. ഞാൻ ഊബർ ഓൺ ആക്കിയപ്പോൾ കണ്ടതാണ് ഇത് മൊത്തത്തിൽ ചുവപ്പ് കളറായിക്കിടുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇത് മൊത്തം സർജാണ്. അപ്പോൾ ഇവിടുന്ന് ഓണാക്കിയാൽ ചിലപ്പോൾ പിക്കപ്പ് കൂടും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളെ യാത്ര ഓണാക്കിയിട്ട് ട്രിപ്പൊന്നും വരുന്നില്ല. റാപ്പിഡോൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞു നോക്കട്ടെ. അപ്പോൾ റാപ്പിഡോയിൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് ഓടാം. അതാകുമ്പോൾ നോക്കിയിട്ട് എടുത്ത് ഓടാമല്ലോ. അങ്ങനെ നമ്മൾ റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. റാപ്പിഡോയും യാത്രയും ഓപ്പണാണ്. ഊബർ ഞാൻ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടില്ല. എന്തായാലും കുറച്ചൊന്ന് കഴിച്ചോട്ടെ, ഒരു 5 മിനിറ്റ് ആയിട്ടെ. അപ്പോൾ നമ്മളെ കിലോമീറ്ററേ 0 ആക്കട്ടെ കേട്ടോ. നമ്മൾ 73 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതിൽ 4 വട്ടം CNG ഉണ്ട്. CNGൻ്റെ കേട്ടോ. ബിയിൽ 12 കിലോമീറ്റർ. അത് എപ്പോൾ 0 ആക്കിയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ ഒന്നുകൂടി 0 ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ യാത്രകൾ തുടരട്ടെ. നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. നമ്മളെ സലാമുണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ട്സിൽ നിൽക്കണേ ബ്രോഡ്വേയിൽ. അപ്പോൾ അവനൊരു ഊബർ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഊബർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി. നമ്മളെ തോപ്പുംപടിയിൽ നിന്നാണ്. ഒരു എക്സ്പ്രസ്സോ ആണ് മാരുതിൻ്റെ. അപ്പോൾ അത് ഇന്ന് വാങ്ങാൻ പോകണമെന്ന് പറഞ്ഞിന്. അപ്പോൾ അതൊന്ന് അവൻ്റെ കൂടെ ഒന്ന് പോയിട്ട് വാങ്ങിക്കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ സൗത്ത് മേനകൻ്റെ ആ ഭാഗത്തേക്ക് ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്യും. വണ്ടിൻ്റെ അവിടുന്ന് ഒരു പ്രത്യേക സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സൗണ്ടിൻ്റെ ഒരു രീതി മാറിയിട്ടുണ്ട്, വേറെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ക്ലച്ച് ലൂസാക്കാൻ പറഞ്ഞപ്പോഴേ ആൾ കുറച്ച് നേരം ചവിട്ടുകിന്നോട് പറഞ്ഞ് ക്ലച്ച് വലിയ ടൈറ്റൊന്നും ഇല്ല, 90,000 കിലോമീറ്റർ ആയില്ലേ, ഇത് ഈ ഒരു ടൈറ്റ് പോരാന്ന് പറഞ്ഞതിനോട്. നല്ലോണം കയറി ചവിട്ടേണ്ട ഇതൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇത് ആയാൽ പോരാന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അന്നോ കുഴപ്പമില്ല പറഞ്ഞു. അപ്പോൾ ഗിയറിൻ്റെ ഒന്ന് റെഡിയാക്കിയാൽ മതിയായിരുന്നു. ഗിയർ വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. ആൾ മാറ്റിയിട്ട് ആളെന്താ ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. എന്തായാലൊക്കെ ചിലപ്പോൾ ക്ലീൻ ആക്കിയിട്ടുണ്ടാവും. എന്തോ 2 ബുഷ് മാറി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മളെ സമാധാനത്തിന് പറഞ്ഞതാണ്, എന്താ അറിയില്ല. യാത്രയിൽ റാപ്പിഡോരൊന്നും ട്രിപ്പ് അടിക്കണില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ വളവുമ്പാടെ കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തി. അപ്പോൾ പിന്നെ നമുക്ക് ഇനി ഊബർ തന്നെ ഉള്ളു രക്ഷ. ഊബർ ഓണാക്കി വെക്കാം, ഉള്ള ട്രിപ്പ് എടുത്തിട്ട് ഓടാം. ഇനിയിപ്പോൾ ബ്ലോക്കോ സർജോ നോക്കിയിട്ട് കാര്യമില്ല. കണ്ടോ, ഇതൊക്കെയാണ് ട്രിപ്പ്. ഇങ്ങനത്തെ ട്രിപ്പൊക്കെ അടിച്ചിട്ട് എന്താ കാര്യം? 3.2 കിലോമീറ്റർ പിക്കപ്പും 21.2 കിലോമീറ്റർ ഡ്രോപ്പും 364 റുപ്യ. അത് നഷ്ടമാണ്. അടുത്ത ട്രിപ്പ് അടിച്ചിട്ടോ. ഇത് ഞാൻ എടുക്കണില്ല, അടുത്ത വരട്ടെ. ഇത് ഇനി ഒന്നും കൂടി ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അക്കൗണ്ട് എടുത്തിട്ട് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതും 6.4 വെണ്ണല. അപ്പോൾ നമ്മൾ കടവന്ത്രക്കുള്ളൊരു ട്രിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. 240 എത്ര രൂപ കണ്ട്. മറ്റേ 8 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അങ്ങനെ എന്തോ ഉണ്ട്. ചെറിയ ദൂരമുള്ളൂ.
അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്, ഒരു ബാസി കേട്ടോ. നമ്മളെ റാപ്പിഡോയിൽ യാത്രയിൽ ഇതുവരെ അടിച്ചില്ല കേട്ടോ. അതെന്താ സംഭവം എന്തോ, ഇനി നമ്മൾ മറ്റേ ഈ ഊബറിൻ്റെ ട്രിപ്പ് ഓടിയിട്ട് നമ്മൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകുമല്ലോ, അപ്പോൾ കാണാം ഈ റാപ്പിഡൊക്കെ ഇങ്ങനെ അടിക്കണം, നല്ല നല്ല ട്രിപ്പാണ്. അതാണ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പരിപാടി. റാപ്പിഡോയിലെ ഇപ്പോൾ ഒരു ട്രിപ്പ് അടിച്ചിട്ടോ, 12 കിലോമീറ്റർ 257 രൂപ അങ്ങനെ എന്തോ ഒരു ഫെയറിലാണ് അടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഊബറിൻ്റെ ട്രിപ്പ് പിക്ക് ചെയ്യാൻ പോകുമ്പോഴേക്കാരം റാപ്പിഡോ യാത്രയൊക്കെ അടിക്കുക. യാത്ര അപ്പോഴും ചിലപ്പോൾ അടിക്കൂല. അപ്പോൾ ഞാൻ ആ ട്രിപ്പ് എടുത്തിട്ടില്ല, മറ്റേ നമ്മളെ റാപ്പിഡോ യാത്രയൊക്കെ ഞാൻ ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് ഈ സ്കൈ ലൈനിൻ്റെ ഫ്ലൈറ്റിലേക്കായിരുന്നു. ഫ്ലൈറ്റ് അല്ലത് മൻസിയാണോ. അപ്പോൾ അത് 2 ചേട്ടന്മാരായിരുന്നു കേട്ടോ. അത് നമ്മളെ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. 223 രൂപയായിട്ട് കിട്ടിയത്. അത് നമ്മൾ ഓടിയത് 8.28 കിലോമീറ്റർ, 19 മിനിറ്റ് കൊണ്ട് എത്തിയിട്ടുണ്ട്. സർജ് മാത്രമേ ഉള്ളൂ, അതിൽ ബ്ലോക്കൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇതിന് നമുക്ക് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഒരു ടന്യ. ഇത് മറ്റേ അയ്യപ്പൻകാവ് എന്ന് കണ്ട, ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനായിരിക്കും. ആളെ ഹെഡ് കാണുന്നില്ല. അപ്പോൾ ഇത് ഏത് ഭാഗത്തേക്കാ? ഈ ട്രിപ്പിൻ്റെ മുമ്പേ നമുക്ക് ആദ്യം വേറെ ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ടായിരുന്നു ഊബറിൽ. അത് 381 രൂപയുടെ ഒരു ട്രിപ്പായിരുന്നു. അത് 21 എത്ര കിലോമീറ്റർ ഡ്രോപ്പും 1.5 കിലോമീറ്റർ പിക്കപ്പും ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തില്ല, ഇപ്പോഴൊരു ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ 2 അക്സെപ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടാവും, അത് കുഴപ്പമില്ല. അപ്പോൾ അത് നഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഏതോ സ്ഥലം ഞാൻ അറിയാത്ത ഏതൊരു സ്ഥലം കേട്ടോ. ഞാൻ ലൊക്കേഷൻ അടിച്ച് നോക്കണം, പേര് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മറന്ന് ഞാൻ. അപ്പോൾ തന്നെ ആ ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ട്രിപ്പ് അടിച്ചു. 160 രൂപയുടെ എന്തോ ഒരു ട്രിപ്പാണിത്. അയ്യപ്പൻകാവ് വരുമ്പോൾ ചിലപ്പോൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ആയിരിക്കും. എന്തായാലും ചെന്ന് നോക്കട്ടെ. അങ്ങനെ നമ്മൾ ടന്യൻ്റെ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലൈറ്റ് എന്നാ തോന്നുന്നുണ്ട്, എന്തോ ഒരു മദർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്ലൈറ്റ്. അപ്പോൾ ഞാൻ ആളെ വിളിച്ചു നോക്കി, ആള് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ നമ്മളെ കുറച്ച് ബാക്ക് സൈഡിൽ റൈറ്റ് സൈഡിലാട്ടോ കാണിക്കണത്. ഓക്കെ, ബാക്കിലുണ്ട്. ഞാൻ വണ്ടി ഓടിക്കട്ടെ, കസ്റ്റമർ വിളിക്കണ്ട്. ഒരു 11:30 സമയപ്പോഴേ നമ്മൾ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ CNG കഴിഞ്ഞിട്ടുണ്ട്. CNG ഒരു പുള്ളിയും പാടേ ഉള്ളൂ, മിന്നി കളിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഒരു 500 മീറ്ററും കൂടി ഫ്രണ്ടിലേക്ക് പോയാലേ നമ്മളെ ചക്കരപ്പറമ്പ് CNG പമ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവിടുന്ന് ഏതായാലും CNG അടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട്. മറ്റേ ട്രിപ്പിന് ശേഷം നമ്മൾ 3 ട്രിപ്പും പാടെ ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവിടുന്ന് ക്യൂൻസ്വാൻ്റെ അവിടുന്ന് വെണ്ണലൊക്കെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ നമുക്ക് ഹൈക്കോടതി ജംഗ്ഷൻ്റെ അവിടേക്ക് വീണ്ടും ട്രിപ്പ് അടിച്ചു. പിന്നെ നമുക്ക് ലാസ്റ്റ് പോകുന്നത് ഒരു ഹിന്ദിക്കാരനായിരുന്നു. അത് നമ്മളെ മേനകൻ്റെ അവിടെ നിന്നാണ് പിക്കപ്പ് ചെയ്തത്. മേനകൻ്റെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് നമ്മളവിടുത്തെ CNG പമ്പിന് നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ഹോട്ടലിക്കോ പണിക്ക് വന്നതാട്ടോ. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്യുന്നതിന്റെ കുറച്ച് മുമ്പ് തന്നെ ഞാൻ ഊബർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറെ ട്രിപ്പ് അടിക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമ്മളെ പോരുന്ന വഴിക്ക് ഞാൻ വൈറ്റിലെന്ന് അടിക്കണം എന്ന് എഴുതി. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, റോട്ടിക്ക് എത്തിക്കണം വണ്ടിയാള്. പിന്നെ അവിടുന്ന് അടിച്ചില്ല. അവിടെയും അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് അറിയാണ്ട് യൂട്ടൺ എടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വൈറ്റില നമ്മളെ ഹബിന്റെ അടുത്തുള്ള പമ്പ് പോയാൽ മതി. അവിടെ HP-ന്റെ പമ്പ് ഉണ്ടല്ലോ, ജനതാ പമ്പിലാണ് നല്ല തിരക്കുണ്ട് എന്ന് പറഞ്ഞ, റോട്ടിക്ക് എത്തിക്കണ വണ്ടിയാള്. അപ്പൊ മറ്റേ ഹബിന്റെ അവിടെ എന്താ അവസ്ഥ എന്നറിയില്ല, അവിടേക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ വലിയ വണ്ടിയാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പില്ല. ഒരു 4-5 വണ്ടി നിൽക്കുമ്പോൾ തന്നെ റോട്ടിക്ക് എത്തും. ഈ പമ്പില് വലിയ സ്ഥലമല്ല. അങ്ങനെ നമ്മൾ പമ്പിലേക്ക് എത്തിട്ടോ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ വരികയാണ്. അപ്പോൾ അവിടെ കണ്ടൊരു വാഗനർ, അതിന്റെ ബാക്കിലാണ് ഞാൻ പോയി നിന്നത്. അപ്പൊ എന്താന്നോ, ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ഇങ്ങനെ പോകണം. ഇവിടെ എന്തോ നമ്മളെ ഈ റോഡിന്റെ ഇവിടെ റൗണ്ട് ഉണ്ട്. അപ്പൊ അതിങ്ങനെ ചുറ്റിയിട്ട് പോകണം. അത്രയും വണ്ടികളെ ഗ്യാപ്പ് ഒഴിഞ്ഞിട്ട് വരാം. മറ്റേത് ഇതൊക്കെ റോട്ടിക്ക് പോകാനുള്ളതാണ്. കണ്ടോ, അപ്പൊ ഞാൻ ആ ബൈക്ക് വരുന്ന അവിടുന്ന് വന്നിട്ട് നേരെ അങ്ങോട്ടും കയറി. അപ്പൊ ഇവിടെ ഒരു ചേട്ടൻ്റെ കണ്ടോ, ഇങ്ങനെ ഒരാൾ നിൽക്കണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടുക്കണു. അതിൽക്കൂടി നേരെ ഇപ്പുറത്തേക്ക് ഇവിടെ ഈ ഒരു പോസ്റ്റ് ഉണ്ടോ, പോസ്റ്റിനോട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റൗണ്ട് ഇട്ട് വരണം. നമ്മളെ CNG അടിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. 644 രൂപ ഇട്ടായത് CNGക്ക്. പിന്നെ CNGയില് 125 കിലോമീറ്റർ ആട്ടോ ഓടിക്കണേ. അത് 0 ആക്കട്ടെ. പിന്നെ ഇതിപ്പോ നമ്മള് ഇങ്ങോട്ട് പോകുന്ന റോഡ് തന്നെ കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് പോയിരുന്ന വഴിക്ക് ഇവിടെ ഒരു ചായക്കട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ച് ഊബർ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ചായക്കട. അപ്പൊ വണ്ടി ഇവിടെ ഗ്യാപ്പിലിടാം. ഇവിടെ ചെറിയൊരു തണലുണ്ട്. ഞാനേ ഊബർ ഓൺ ആക്കിയാണ് കേട്ടോ. അത് ഓഫ് ചെയ്യട്ടോ, അതിൽ ചായ അടിക്കാനൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നമ്മൾ തീരട്ടെ. ഒരു ചിക്കൻ റോളും ഒരു ചായയും വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ചായ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ നമുക്ക് റാപ്പിഡോയില് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് 2 കിലോമീറ്റർ പിക്കപ്പ് കാണിക്കുന്നുണ്ട്. അതെ, നമ്മളെ സൈഡിൽ തന്നെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് ആകെ ഒരു 100 മീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ഇതേകൂടി യൂട്ടൺ അടിച്ചിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഏതായാലും പോയിട്ട്, എന്താ കസ്റ്റമറുടെ പേരെന്തോ വിനീത എന്നാണ് കേട്ടോ. അപ്പൊ ആളെ പോയി പിക്ക് ചെയ്യട്ടെ. 7 കിലോമീറ്റർ ഡ്രോപ്പ് 196 റുപ്യ. പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മള് കസ്റ്റമർ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ എന്തോ ഒരു സാധനം കാണുന്നുണ്ട്, റെസ്റ്റോറന്റാ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു ഓഫീസും കാണുന്നുണ്ട്. ചിലപ്പോ ഇവിടുന്ന് ആയിരിക്കും. കസ്റ്റമറിനെ ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എനിക്ക് സ്ഥലം കറക്റ്റ് ആയിട്ട് മനസ്സിലാവണില്ല. അപ്പൊ ഞാൻ ഇവിടെ 2 ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആൾക്ക് ഫോൺ കൊടുത്ത്. അപ്പൊ അവരിങ്ങനെ ലാസ്റ്റ് പറഞ്ഞ് ആ ചേച്ചി അവിടെ റിസപ്ഷനിൽ കൊടുത്ത്. ഏതൊരു ഹോസ്പിറ്റലിലാണ് പിക്കപ്പ് കിടക്കുന്നത്. അപ്പൊ ഇവർക്കും പറഞ്ഞിട്ട് ഇത് മനസ്സിലാവുന്നില്ല. അതിലിങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തത് നമ്മളെ കാക്കനാട് കളക്ടറേറ്റിന്റെ അവിടുന്ന് 2 കിലോമീറ്റർ പോയിട്ട് കുഴിക്കാട്ടുമൂല അവിടേക്ക് അങ്ങോട്ട് എത്തിക്കണം. ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്നാണ് പിക്കപ്പ്. നമ്മളിപ്പോ ഇവിടെ പൊന്നൂരിനീരാ ഉള്ളത്.
അപ്പോൾ അങ്ങനെ പിക്കപ്പ് അങ്ങനെ മാറി കൊടുത്തിക്കാണ്. നമുക്ക് എന്തായാലും ഇങ്ങനെ പോകാൻ പറ്റില്ല, എത്ര ലോങ് ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആള് ക്യാൻസൽ ചെയ്തിട്ടില്ല ഇതുവരെ. നമുക്ക് എന്തായാലും അയ്യോ ഞാൻ അരേവിടെന്ന് കൊടുക്കാൻ മറന്ന്. ഊബറിലൊക്കെ ഓട്ടോമാറ്റിക് ആ ടൈം റണ്ണിങ് ആവും. നമുക്ക് എന്തായാലും ഊബർ ഓൺ ആക്കി നോക്കാം. അപ്പോഴാണ് ഞാൻ അരേവിടെന്ന് കൊടുത്തത്. ഇവിടെ ഇതിന് മുമ്പ് അരേവിടെന്നായിരുന്നു. അപ്പോൾ ഇത് കൊടുത്താൽ ടൈമിങ് ആവുള്ളൂ, ഇതുണ്ടോ. അപ്പോൾ എന്നാലും നമുക്ക് വെയിറ്റിങ്ങിന് പൈസ തരുള്ളൂ. ഞാൻ ഊബറും ഓൺ ആക്കട്ടെ. അപ്പോൾ ഊബറിൽ വേറെ ട്രിപ്പ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്തിട്ട് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതുവരെ അതവിടെ കിടക്കട്ടെ. ഓക്കെ, കസ്റ്റമർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോഴാണ് അരേവിടെ എന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, പൈസ പോകുന്ന ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായില്ല ഞാൻ പറഞ്ഞതിന് ശേഷം. അപ്പോൾ ഊബറും ഓൺ ആക്കട്ടെ. ഇനിയിപ്പോൾ ഇവിടുന്ന് എവിടേക്കാരൊക്കെ പോകേണ്ടി വരും. ഇനിയിപ്പോൾ പാർക്കിംഗ് ഇല്ല. ഊബറിൽ ട്രിപ്പ് അടിച്ചോട്ടോ. തൃപ്പൂണിത്തറക്ക് ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. 500 മീറ്റർ പിക്കപ്പ്. ഡോക്ടർ രജിഷ അമൃതന്റെ എന്തോ ഒരു സംഭവത്തിൽ നിന്നാട്ടോ പിക്കപ്പ് അടിച്ചിക്കണേ. ഇവിടെ എന്തോ ഒരു അമൃതന്റെ എന്തോ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് നമ്മള് ലെഫ്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പോ പോകുന്ന വഴി തന്നെ കേട്ടോ. ഇവിടുന്നാണ് ഇപ്പൊ ലെഫ്റ്റ് നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെയാണ് പിക്കപ്പ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഇതാ ഒരു എയർപോർട്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട് കേട്ടോ. 1 കിലോമീറ്ററിൽ 747 രൂപയാണ് അനഘ. അപ്പോൾ ഇത് എവിടുന്നാണ്? നമ്മളെ തൃപ്പൂണിത്തറ ഇരുമ്പനം ഭാഗത്ത് നിന്നാട്ടോ പിക്കപ്പ്. ഞാൻ നമ്മളെ സീപോർട്ട് എയർപോർട്ട് റോഡുമാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കണ്ടോ ഈ അർബൻ സ്മൈൽസ് എന്ന് പറഞ്ഞിട്ട് അവിടേക്കാണ് നമ്മളെ ഊബറിൻ്റെ കസ്റ്റമറെ നേരത്തെ നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. എന്തോ ദന്താശുപത്രി ആട്ടോ. അപ്പോൾ ഇവിടെ ഇതൊരു ഡിസയർ കിടക്കുന്നുണ്ടായിരുന്നു, ആള് പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇത് നമ്മളെ ഇരുമ്പനം ഭാഗത്തു നിന്നാണ് പിക്കപ്പ്. ഓക്കെ, ഒന്നുകൂടി കാക്കനാട് ആ ഭാഗത്തേക്ക് കേട്ടോ പോകേണ്ടത് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ. അപ്പോൾ ഏതായാലും പോയി പിക്ക് ചെയ്യട്ടെ എയർപോർട്ട് ട്രിപ്പ്. അങ്ങനെ നമ്മൾ എയർപോർട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടോ. അതിന് നമുക്ക് കിട്ടിയത് 708 രൂപ കേട്ടോ. അതിന് കിട്ടിയത് 56 മിനിറ്റ്, 1 മണിക്കൂർ സമയമായിട്ട് എടുത്തത്. അപ്പം ഞാൻ ഊബറും റാപ്പിഡോ യാത്രയൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അത്താണി സിഗ്നലിലായപ്പോൾ തന്നെ ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പൊന്നും അടിക്കണില്ല. ഇപ്പൊ സമയം ഒരു 2:05 ആയിട്ടുണ്ട്. ഒരു 2:01 ആകുമ്പോ ഇവിടുന്ന് പുറപ്പെടാം. ഇവിടെ ഡൊമസ്റ്റിക്കിലല്ലേ? ഓക്കെ, പില്ലർ 90-20. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചുകൊണ്ടോ. റാപ്പിഡോന്റെ കസ്റ്റമറാണ്, ഹിന്ദിക്കാരനാണ് അല്ലേ. അപ്പൊ ഊബറിൽ അടിച്ചിട്ടില്ല, ഞാൻ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല. ഇതൊരു ചെറിയ ട്രിപ്പാണ്, 350-400 അത്ര ചെറിയൊരു ദൂരം ഉള്ളു, ഇവിടെ അടുത്താണ്. അപ്പോൾ ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കിയില്ല. വലിയ ട്രിപ്പൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് പോവാം. ഇതിലെന്താണോ 100 ഇൻക്ലൂഡിങ് എന്നൊക്കെ എഴുതി കാണിക്കണ്ട, പക്ഷെ കിട്ടൂല നമുക്ക്. റാപ്പിഡോയിൽ അങ്ങനെ പ്രശ്നമുണ്ട്, അതാണ് കുഴപ്പം. ഇതുണ്ടോ, ഇതില് 100 ഇൻക്ലൂഡിങ് ആണെന്നൊക്കെയാണ് കാണിക്കണേ. 12 ഫെയർ ഓർ 100 ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ബില്ല്. അങ്ങനെ നമ്മള് റാപ്പിഡോന്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. അത് ഈ ഒരു വീട്ടിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നിട്ടോ. ഇതിപ്പോ നമ്മള് നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പറവൂര് ഭാഗത്ത് കേട്ടോ. നമ്മളെ ബാക്ക് സൈഡിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 14 കിലോമീറ്ററാണ് നമ്മൾ റാപ്പിഡോയിൽ വന്നത്. അപ്പോൾ ഇതിന് 354 രൂപയാണ് ഇതിൽ അവർക്ക് പേയ്മെന്റ് ഉള്ളത്. അപ്പോൾ 100 രൂപ ടോൾ ഫെയർ ഇൻക്ലൂഡിങ് എന്ന് കാണിക്കണം. റാപ്പിഡോന്റെ നമുക്ക് അറിയാലോ, അത് ജസ്റ്റ് ഇൻക്ലൂഡിങ് എന്ന് കാണിക്കലേ ഉണ്ടാവുള്ളൂ, കിട്ടൂല. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചതിന് ടോൾ എമൗണ്ട് അവരോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം. 100 രൂപ ചോദിക്കണ്ട, ഏതായാലും അതിൽ ഇൻക്ലൂഡിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. വെറുതെ തല്ലൂടണ്ടല്ലോ, കിട്ടണേ നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഈ 354 വെച്ച് നോക്കുമ്പോൾ കിലോമീറ്ററിന് അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പം ഇനി ടോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ റേറ്റ് ഇല്ല, എന്നാലും നഷ്ടമില്ലാത്ത റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ 100 രൂപയാണ് ടോൾ കാണിക്കുന്നത്. നമുക്ക് 60 രൂപ ശരിക്കും അവിടെ പിടിക്കുള്ളൂ. പിന്നെ നമ്മൾ ഓൾറെഡി ഊബറിൻ്റെ ഒരു ട്രിപ്പിലാണ് പോയതുകൊണ്ട് 60 കഴിഞ്ഞ് 40 രൂപ പിടിക്കുള്ളൂ. 100 രൂപയാണല്ലോ 2 മണിക്കൂറിന് ചാർജ്. നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് 100 രൂപ പിടിക്കും. അപ്പോൾ അതിൽ 60 രൂപ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി 40 മതി. അപ്പോൾ ശരിക്കുള്ള എമൗണ്ട് 60 രൂപ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഞാൻ ചോദിച്ചു നോക്കി. തരൂലെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോരാന് കരുതിന്. അപ്പോൾ ഞാൻ ടോൾ എമൗണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ ടോട്ടൽ എത്ര ചോദിച്ചു? അപ്പോൾ 434 എത്ര രൂപ കേട്ടോ. അതായത് ഞാൻ കറക്റ്റ് 60 കൂട്ടി നോക്കി. അപ്പോൾ ആള് പേയ്മെന്റ് ചെയ്തു. അങ്ങനെ നമുക്ക് നല്ലൊരു ലാഭമുള്ള ട്രിപ്പായി അത്. അപ്പോൾ അങ്ങനെ നമുക്ക് 354 രൂപ കിട്ടി. ടോളിൻ്റെ എമൗണ്ട് 60 രൂപയും കിട്ടി. 14 കിലോമീറ്റർ ആട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടെ ഒരു തണൽ കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുന്നക്കരയും കഴിഞ്ഞിട്ട് കുറച്ചു പോകുന്നുണ്ട്. മാഞ്ഞാലിയാണ് ഇവിടെ ബോർഡുമുണ്ട്. അപ്പോൾ അവിടെ ഒരു കഞ്ഞിക്കട ഉണ്ട്, ഇതാണ്ടോ. അപ്പോൾ പിന്നെ ഏതായാലും കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഇതൊരു ബീഫ് സ്റ്റാളാട്ടോ. അപ്പോൾ മുമ്പിൽ നല്ല കാക്കാളുണ്ട്, അപ്പിടുമെന്നാവും, അതാ പ്രശ്നം. വണ്ടി കഴുകി കൊടുക്കുക. അപ്പോൾ നല്ല തണലുണ്ട്. അപ്പോൾ ഇവിടെ ഏതായാലും നിർത്തിയിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ്ലൈൻ ആക്കട്ടെ. അവിടെ കഞ്ഞി മാത്രമേ ഉള്ളൂ ഉണ്ടാവുക, എന്നാലും കുഴപ്പമില്ല, ഉള്ളത് കുടിക്കുക. വിശക്കാക്കട്ടെ. 2:48 ആയിക്കോണ സമയം. അപ്പം ഇങ്ങനെ വെറുതെ ഇങ്ങനെ അടിയിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു സാധനം കണ്ടത്. ഇതാണ്ടോ, ഇവിടെ ഒരു സ്ക്രൂവിന് ഒരു നെട്ടില്ല. ഇതൊരു സ്ക്രൂ ആട്ടോ. അപ്പോൾ ഇവിടെ കണ്ടൊരു സ്ക്രൂ, അതേപോലെ ഒരു നെട്ട് ഇവിടെ ഉള്ള ഒരു സ്ക്രൂ മാത്രമേ ഉള്ളൂ.
ഇനി അത് ഊരിപ്പോയതാണോ ഊരി കളഞ്ഞതാണോ എനിക്കറിയില്ല. നമുക്ക് മൊത്തം നെട്ടും ബോൾട്ടും ഇല്ല ഇവിടെ. ഈ ടയർമ ഉണ്ട് കേട്ടോ, മറ്റേ ടയർമയാണ് ഒരു നെട്ടില്ലാത്തത്. അപ്പോൾ ഏതായാലും പോയിട്ട് കഞ്ഞി കുടിച്ചിട്ട് വരാം. ഇവിടെ കഞ്ഞില്ല കേട്ടോ, ആള് ചേട്ടനെ പാത്രവും കാര്യങ്ങളൊക്കെ കൈകൾ തുടങ്ങിയിരിക്കണേ. അപ്പോൾ ഏതായാലും ഇവിടുന്ന് പോട്ടെ. കാക്കപ്പത്തിന് സാധനം ഇട്ടോ വലിച്ചിറങ്ങണുണ്ട്. ഫ്രഷാണ്. വണ്ടി എടുത്ത് പോട്ടെ അടുത്ത ചാടുമ്പത്തിന്. ഇപ്പം ഇങ്ങോട്ടേ ഗ്ലാസ് താത്തി കൊടുത്താണ്ടല്ലോ ആകെ പെരക്കും. അതിൻ്റെ മുമ്പ് അത് കഴിക്കണം. അപ്പോൾ അത് ഒലിച്ചിറങ്ങലിൽ നിന്നിക്കണുണ്ട്. ഞാൻ എന്തായാലും അടിക്ക് എത്തൂല. അപ്പോൾ ഇതിനത് നിൽക്കും, സാധനം കഴിഞ്ഞിക്കണു. അപ്പോൾ ഇവിടെ ഇതാ ഒരു CK ബിരിയാണിൻ്റെ കട കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കട ഉണ്ട്. ഞാൻ അവിടെ കയറണമെന്ന് എഴുതിന്, പക്ഷേങ്കിൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അവിടെ കണ്ടു ഒരു ബിരിയാണി കട ഉണ്ട് അവിടെ. അപ്പോൾ വണ്ടി ഇടാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാം. ഞാൻ കട കണ്ട കാര്യത്തിൽ ഈ സാധനം മറന്നിട്ടു. ഞാൻ അറിയാണ്ട് ഗ്ലാസ് താത്തി. ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ ഗ്ലാസ് താത്തല്ലേ. ഇവിടം വരെ കയറിയിട്ടത്, കാരണം ഞാൻ അത്രയ്ക്ക് താത്തി. ഞാനെന്ത് പൊട്ടനപ്പോഴല്ലേ പറഞ്ഞ് വെച്ചത്, അപ്പോൾ ഇതിന് മറന്ന്. സാധനം കഴിക്കട്ടെ. ഇപ്പോൾ കഴിക്കാൽ പെട്ടെന്ന് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറച്ച് കഴിഞ്ഞാലേ പിന്നെ അത് സാധനം കിട്ടൂല. അപ്പോൾ നമ്മൾ ബിരിയാണി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കണേ. പീസ് ഉണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ. ഞാൻ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടോ. ഒരു 3:15 സമയമായപ്പോൾ ഞാൻ ഊബർ വീണ്ടും ഓണാക്കിയിട്ടുണ്ട്. ഊബറും റാപ്പിഡോയും പാടെ ഓണാക്കിയിട്ടുണ്ട്. യാത്രി ഇപ്പോൾ ഓണാക്കണില്ല. യാത്രി ചാർജ് ഇല്ല, 17% ഉള്ളു ചാർജ്. അപ്പോൾ യാത്രി ഓണാക്കിയാൽ നല്ലോണം ചൂടാവും ഫോൺ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാം. ബിരിയാണി നല്ല ബിരിയാണി കേട്ടോ, കുഴപ്പമില്ല. വെള്ളച്ചോറാണ്. അപ്പോൾ ഉള്ളിൽ മസാല അങ്ങനെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മളെ റൈറ്റിക്ക് പറവൂർ ഭാഗത്തേക്ക് തന്നെ പോയോക്കാം. ഇനിയിപ്പോൾ ലെഫ്റ്റിക്ക് പോയിട്ട് എന്താവും അറിയില്ല. റൈറ്റ് പോയിട്ട് പറവൂർ അവിടെ എവിടെയൊക്കെ സൈഡിൽ പോയിട്ട് എവിടെയെങ്കിലും തണൽ കാണുമ്പോൾ സൈഡാക്കാം. ഈ സ്ഥലത്തിൻ്റെ പേരെന്താ നോക്കാണ്, വെടിമറ. വെടിമറ എന്ന നല്ല ഗ്രാമത്തിലൂടെയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. വെടിമറ എനിക്കറിയാം, മറ്റേ നമ്മളെ പണിയിലുണ്ടല്ലോ, എന്താണ് നിൻ്റെ പേര്, ജൂഡൻ. വെടിമറ ജൂഡൻ. വെടിമറ ഈ സ്ഥലമായിരിക്കും ചിലപ്പോൾ. നമ്മൾ വെടിമറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറവൂർ ഭാഗത്തേക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നലിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് കേട്ടോ. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴ ഉണ്ട്. അപ്പോൾ ആ പുഴൻ്റെ അടുത്ത് നല്ല തണലുണ്ട്, നല്ലൊരു പാലുണ്ട്. അവിടെയൊക്കെ വണ്ടി ഇടായിരുന്നു. അപ്പോൾ അവിടെ ഒന്നും കൂടി തണലുണ്ടോ, ഈ വളവുംപാട കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. പക്ഷെ അവിടെ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആ ഒരു തണൽ മനസ്സിൽ കണ്ടിട്ടാണ് പോണത്. വണ്ടി ഇടാൻ ഗ്യാപ്പ് ഉണ്ടാക്കണം ആദ്യം. നമുക്ക് ഇതാട്ടോ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇതാണ്. നമുക്ക് ഈ ലെഫ്റ്റ് തിരിഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കാം. ഇവിടെ വലിയ തിരക്കുണ്ടാവില്ല. ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇവിടെ ഗ്യാപ്പില്ല കേട്ടോ. അവിടെ റോഡ് അവസാനിക്കണം. ആ കുട്ടി വരുന്നുണ്ടോ. അപ്പോൾ ഇവിടുന്ന് വീണ്ടും വണ്ടി ഓടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ലോറിൻ്റെ ബാക്കിൽ, അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് പാലം കയറി പോയാലേ ചിലപ്പോൾ അവിടെ സ്ഥലം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളോടത്തുനിന്ന് കണ്ടിട്ട് പോകണത് ഒരു മോശമല്ലേ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് നേരത്തെ കണ്ട സ്ഥലത്ത് പാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മുമ്പിലൊരു മീൻകടൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഫാനൊക്കെ ഇട്ടിട്ടേ കുറച്ച് നേരം വിശ്രമിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരു 4 മണി 3:57 ആയപ്പോഴേ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ജയലക്ഷ്മിയാണ്, തൃപ്പൂണിത്തറക്കാണ്. റേറ്റ് കുറവാണ്. അത് പേഴ്സണലാക്കേണ്ടി വരും. നല്ല കിലോമീറ്റർ, അത്യാവശ്യം കിലോമീറ്റർ കൊണ്ട് റേറ്റ് കുറവാണ്. നമ്മൾ വണ്ടി ഇട്ട ദിശ കറക്റ്റ് തന്നെ കേട്ടോ. നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് തന്നെയാണ് പോകേണ്ടത്. അപ്പോൾ ആളെ പിക്ക് ചെയ്തതിന് ശേഷം ബാക്ക് കേട്ടോ പോരേണ്ടത്. അപ്പോൾ അങ്ങോട്ട് പാർക്ക് ചെയ്ത് അതേപോലെ തന്നെ അതേ സൈഡിലേക്ക് തന്നെ പിക്കപ്പ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ഓടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ 2 കിലോമീറ്റർ കേട്ടോ പിക്കപ്പ്. 1.9 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴേ സമയം ഇപ്പോൾ 7 ആയിട്ടോ. നമ്മൾ മറ്റേ ട്രിപ്പിന് ശേഷം പിന്നെ ഓടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെ ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടാണ് ഊബർ. ഇനി ഏതായാലും ഓൺലൈനിലാക്കട്ടെ. മറ്റേ ട്രിപ്പ് നമ്മളിവിടെ കൊടുന്ന് ഡ്രോപ്പ് ചെയ്തത് 2 ചേച്ചിമാരായിരുന്നു. അപ്പോൾ ഒരു ഡോക്ടറും പിന്നെ അവിടെ പണിക്ക് നിൽക്കുന്ന ഒരു ഹിന്ദിക്കാരി പെണ്ണുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നമ്മളെ കരിങ്ങാച്ചിറ നമ്മളെ ഹിൽ പാലസിൻ്റെ അവിടേക്ക് ഒരു ഹോമിയോൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഹോമിയോ അല്ല, ആയുർവേദിക്കിൻ്റെ. അപ്പോൾ അവിടേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആ ഹിന്ദിക്കാരി പെണ്ണിന് ഇവിടെ മരടിലേക്ക് വരണം. അപ്പോൾ ഞാൻ മരടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടേക്ക് ബസ്സിൽ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഊബറിൽ വേണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എത്ര റുപ്യാവും ചോദിച്ചു. അപ്പോൾ ഞാൻ ഊബറിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ 150 റുപ്യ ഉണ്ട്. അപ്പോൾ അങ്ങനെ 150 റുപ്യൊക്കെ ആളവിടെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ ഇവിടുന്ന് ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പം ഇങ്ങനെ സമയം 7 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഊബർ ഓണാക്കി നോക്കട്ടെ. നമ്മൾ റൂമിൻ്റെ അവിടേക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. പടമുകൾക്കാണ് 13 കിലോമീറ്റർ 248 രൂപ. ബബി ഷക്ത്രിസോ അങ്ങനെ എന്താണ് പേര്, എന്തൊക്കെ പേരാളാ. അപ്പോൾ ഇതിപ്പോൾ ഇവിടുന്ന് നമ്മളെ നെട്ടൂർ ഭാഗത്ത് നിന്ന് കേട്ടോ ട്രിപ്പ് ഉള്ളത്. തേവര ഫെറിയോ അവിടെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും പോയിട്ട് പിക്ക് ചെയ്യട്ടെ. നാളെ മുതൽ 3 ദിവസം സമരമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ഓൺലൈൻ ടാക്സിൻ്റെ സമരം. ഇപ്പം നമ്മളെ മറ്റേ സമരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ 3 ദിവസം അടുപ്പിച്ച് ഊബറിൻ്റെ ഒക്കെ സമരമാണെന്നാണ് ഇതിൽ വാട്സപ്പ് ഗ്രൂപ്പ് കൂടി ഒക്കെ വരുന്നുണ്ട്. വാർത്തയിലൊക്കെ ഉണ്ട്, നമ്മളെ റിപ്പോർട്ടർ ചാനലിലൊക്കെ ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് കൂടി വല്ലാണ്ട് ഇങ്ങോട്ട് മെസ്സേജും കാര്യങ്ങളും വരുന്നില്ല. എന്താണ് അവസ്ഥ എന്നറിയില്ല. സാധാരണ ഗ്രൂപ്പ് കൂടിയാണ് ആദ്യം വരല്. ഇതിപ്പോൾ
വാർത്തയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രൂപ്പ് കൂടി ഒന്നോ രണ്ടോ ആ യൂട്യൂബിലുള്ള ലിങ്കും കാര്യങ്ങളും വന്നിക്കൊണ്ടെന്നല്ലാണ്ട് വേറെ അതിനെക്കുറിച്ചുള്ള ചർച്ചയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനിയിപ്പോൾ നാളെ ഇപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. കുറേ ആൾക്കാർ ഇപ്പോൾ തന്നെ നാട്ടിൽ പോകുന്നുണ്ട്. 3 ദിവസം അടുപ്പിച്ച ലീവാണല്ലോ. കാരണം എന്തായാലും ഓടിക്കഴിഞ്ഞാൽ അതിനൊരു കൃത്യമായിട്ടുള്ളൊരു മറുപടി എവിടുന്ന് കിട്ടണില്ല ഗ്രൂപ്പിൽ നിന്ന്. പക്ഷേ വാർത്തയും കൂടിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തേവരയിലുള്ളൊരു ഫ്ലാറ്റിൽ നിന്നാണ് പിക്കപ്പ് ഉള്ളത്. പക്ഷേ ആളെ ഹെഡൊക്കെ കാണുന്നുണ്ട്. ഞാൻ കോൾ ചെയ്തിട്ട് ആൾ എടുക്കുന്നില്ല. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിരിക്കണം. ബ്ലോക്ക് ഏതാണെന്ന് അറിയില്ല. ഇവിടുന്ന് ഒരാൾ വരുന്നുണ്ട്. ഇത് ബ്ലോക്ക് ബി ആട്ടോ. ബ്ലോക്ക് സി അവിടെ ലെഫ്റ്റിലുണ്ട്. ഒരാൾ വരുന്നുണ്ട്. അതാണോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. നമ്മളെ ഇവിടെ വാഴക്കാലയിലുള്ളൊരു ഫ്ലാറ്റിക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 236 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അത് 13 കിലോമീറ്റർ ആയിരുന്നു. 32 മിനിറ്റ് എടുത്തു. 300 രൂപയാണ് ടോട്ടൽ വാങ്ങിയത്. 236 നമുക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഇത് പോരുന്ന വഴിക്ക് ഊബർ ഞാൻ ഓഫ്ലൈൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഏതായാലും ഇവിടുന്ന് റൂമിലേക്ക് 1 കിലോമീറ്ററോ 2 കിലോമീറ്ററും പാടേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇനി റൂമിൽ പോകാനുള്ള പരിപാടിയിലാണ്. ഇന്നിപ്പോൾ നമ്മൾ 127 കിലോമീറ്റർ ആയിട്ട് ഓടിയത്. അതിലൊരു 3 ഘട്ട CNG പാടുണ്ട്. ബിയില് 179 കിലോമീറ്റർ ആയിട്ട് ഓടിയത്. ഇനിയിപ്പോൾ നാളത്തെ സമരം എന്താണ് അവസ്ഥ എന്നറിയില്ല. ഞാൻ വാർത്തയിലൊക്കെ കേട്ടത് ഊബർ മാത്രം ഓഫ്ലൈൻ ആക്കാണെന്നാണ്. പിന്നെ റാപ്പിഡോ യാത്ര ഓടാന്നാണ് വാർത്തയിൽ കേട്ടത് കേട്ടോ. അത് എന്താണ് കറക്റ്റ് എനിക്ക് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറ്റേ 3 ദിവസമൊക്കെ എല്ലാം പാടെ ഓഫാക്കിയിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കയ്യത്തെ പൈസ ഇറങ്ങും. പിന്നെ അതിൽ വലിയ കാര്യം ഉണ്ടാവലുമില്ല. നമുക്ക് നഷ്ടം വരുന്നല്ലാണ്ട് വേറെ അവർക്ക് വലിയ നഷ്ടമൊന്നും വരില്ല. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതാണല്ലോ ഇങ്ങനെ ഒക്കെപ്പാട് ഓഫാക്കിയിട്ടുള്ള പരിപാടി. അതിൽ നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടാവലില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. ബാക്കി റാപ്പിഡോ യാത്ര ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള വരുമാനം കിട്ടുകയും ചെയ്യും. ഊബറിന് ഓട്ടോ ഇല്ലാത്തതുകൊണ്ട് ഊബർ റേറ്റ് കൂട്ടിത്തരും ചെയ്യും. അതാകുമ്പോൾ നമുക്ക് ഒരാഴ്ച സമരം ചെയ്താലും കുഴപ്പമില്ല. കാരണം നമുക്ക് കിട്ടേണ്ട നമുക്ക് കിട്ടുമല്ലോ വേറെ ആപ്ലിക്കേഷനിൽ. മറ്റേത് ഒക്കെ ഓഫ് ആക്കണത് ഒരു മണ്ടത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ അറിയില്ല. കൂടുതൽ മെസ്സേജും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വരട്ടെ. നോക്കി നോക്കട്ടെ. ഏതായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ ഉണ്ടെങ്കിൽ പക്കലാം.